അറോമ ടി വിയിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ അരോമ ടി വിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ദേവദാസനും കുടുംബത്തിനും അതിലുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അരോമ ടി വിയിലുള്ള എല്ലാ സാക്ഷ്യങ്ങളും കേട്ട് അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ബലപ്പെടുവാനും ഇടയാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സുനിൽ മാത്യു, ഭാര്യ ലിനു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. എൻ്റെ മാതാവ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൾ 6 ഇപ്പോൾ കയറും. ഞങ്ങൾ ഗുജറാത്തിൽ ഗാന്ധിധാം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കച്ച് ഡിസ്ട്രിക്റ്റിലാണ്. അതായത് 2001 ഭൂകമ്പം നടന്ന സ്ഥലമാണിത്. ഞാൻ വിശ്വസിക്കുന്നു പ്രിയ പ്രേക്ഷകർ ഇതെല്ലാം അറിഞ്ഞു കാണുമെന്ന്. എൻ്റെ വൈഫ് കച്ചിൽ തന്നെയാണ് വളർന്നത്. ഞാൻ ഈ ഭൂകമ്പത്തെ തുടർന്നാണ് കച്ചിൽ വരുവാൻ കാരണമായത്. ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ ചർച്ച് മിനിസ്ട്രി സംബന്ധമായ ബ്രാഞ്ചിൽ, അതായത് ബെർഷബ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്ററായി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഞാൻ ഒരു നാമധേയ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞങ്ങളുടെ കുടുംബ വീട് റാന്നിയിലാണ്. റാന്നി ഉദിമൂട് എന്ന സ്ഥലത്താണ്. ആ സമയത്തൊന്നും ദൈവത്തെ നാമധേയ കുടുംബമായോണ്ട് ദൈവത്തെ അതുപോലെ അറിയേണ്ട രീതിയിലൊന്നും അറിഞ്ഞില്ല. അത് അറിയാൻ വേണ്ടിയുള്ള പ്രയാസവും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ നാളുകൾക്ക് ശേഷം എൻ്റെ പഠനം റാന്നിയിലുള്ള റാന്നി കോളേജിൽ വെച്ച് എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ ഉത്തരേന്ത്യയിലേക്ക്, അതായത് എൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അപ്പം ആ സമയങ്ങളിലാണ്, ഈ റാന്നിയിലുള്ള സമയങ്ങളിലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായത്. ICPFൻ്റെ പ്രോഗ്രാം മുഖാന്തരം അവർ പലപ്പോഴും വിളിക്കുമായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും ഞാൻ മറുതലിച്ച് പോകുമായിരുന്നു. ഒട്ടും ചെവിക്കൊള്ളാതെ പോകുന്ന സമയങ്ങളായിരുന്നു. പിന്നെയുള്ള സമയങ്ങളിൽ ചെങ്ങന്നൂരിൽ വെച്ച് ICPFൻ്റെ ഒരു പ്രവർത്തനം മുഖാന്തരം ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. ചെങ്ങന്നൂർ AG സഭയിൽ വെച്ച് ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. തുടർന്ന് അവിടുന്ന് ജോലിക്കായിട്ട് ഉത്തരേന്ത്യയിലേക്ക്, അതായത് എൻ്റെ പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാഗ്ദ എന്ന സ്ഥലത്ത് കടന്നു വരാനിടയായി. അവിടെ വെച്ചാണ് പ്രിയ ദേവദാസനെ, അതായത് റെനി പാസ്റ്റർ എന്ന ഒരു ഇന്ത്യൻ ഇവാഞ്ചലിക് ടീമിൻ്റെ ഒരു പാസ്റ്ററായി പ്രവർത്തിക്കുന്ന റെനി പാസ്റ്റർ എന്ന വ്യക്തിയുമായിട്ട് പരിചയപ്പെടുവാനിടയായി. ആ പാസ്റ്ററാണ് എന്നെ ഈ വേലയിലേക്ക് പ്രോത്സാഹനത്തിന് തീർന്നത്. അതിന് കൂടുതലായി ഞാൻ പറഞ്ഞാൽ, റെനി പാസ്റ്റർ എനിക്ക് ഒരു ഗൈഡായിട്ട് വലിയൊരു കൈത്താങ്ങായി തീർന്നു. എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആ കൊടുക്കാത്ത ഒരു പ്രാർത്ഥന, അത് മുഖാന്തരമാണ് ഞാൻ ഈ രക്ഷയുടെ ആ ഒരു അനുഭവത്തിലെ പൂർണ്ണമായി നിൽക്കുവാൻ കാരണമായി തീർന്നത്. എൻ്റെ മാതാവാണ് എൻ്റെ മെയിൻ, എൻ്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം മാതാവിൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ്. ഈ 3 പേരുടെ ഒരു സാന്നിധ്യമാണ് ഞാൻ ഇന്ന് ഈ വേലയിൽ നിന്ന് പോകുന്നത്. വിശ്വാസ ജീവിതവും പ്രാർത്ഥന ജീവിതവും ആ ഒരു റൈറ്റ് ഗൈഡൻസ് കിട്ടിയത് മുഖാന്തരം ഞാൻ എത്രത്തോളം ഈ വേലയിൽ ഇപ്പോഴും നിന്ന് പോകുന്നു. 1997 ഞാൻ ഉത്തരേന്ത്യയിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. അവിടെ വെച്ചാണ് ഈ റെനി പാസ്റ്റർ എന്ന ലീഡർ എന്നെ പല ചെറുതും വലുതുമായ ട്രെയിനിങ്ങുകളിലേക്ക് വിട്ടു. അതെല്ലാം പൂർത്തീകരിച്ച് കടന്നു വരുമ്പോഴാണ്
2001 ഈ കച്ചിൽ ഭൂകമ്പം സംഭവിച്ചത്. അതേ തുടർന്ന് റെനി പാസ്റ്ററും കുടുംബ ടീമും എല്ലാം ഇവിടെ വന്ന് സർവേ പ്രോഗ്രാം എല്ലാം നടത്തി എല്ലാം കഴിഞ്ഞിട്ട് എന്നെയാണ് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, റീഹാബിറ്റേഷന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എന്നെ ഈ ദേശത്തേക്ക് അയച്ചത്. എന്നോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, പോകാമോ എന്ന്. ആദ്യം പോകാമോ എന്ന് ചോദിച്ചോളൂ. ഞാൻ തീർച്ചയായും പോകാമെന്ന് പറഞ്ഞു. ഒരിക്കലും ഈ ദേശം കണ്ടിട്ടില്ല, വന്നിട്ടില്ല. ആ സമയത്ത് ഒരു ഏഹ്, ഒരു പുതിയ ഇടത്തേക്ക് ദൈവം എന്നെ ഇവിടെ ആക്കാൻ തീരുമാനിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പൂർണ്ണമായ ഹൃദയം എപ്പോഴും ഉജ്ജയിനായിരുന്നു, മധ്യപ്രദേശായിരുന്നു. കാരണം എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. എൻ്റെ മനസ്സ് പൂർണ്ണമായി ആ ദേശത്തോടെ ആയിരുന്നു കൂടുതൽ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം അവിടുന്ന് അടർത്തി എന്നെ ഒരു തീർത്തും ഏഹ്, ഞാൻ പോലും അറിയാത്ത ഒരു ഇടത്തേക്ക് ദൈവം എന്നെ അയച്ചു. അവിടെ 2001 മുതൽ 2004 വരെയും ഒരു ഗ്രാമത്തില് ലഖാപ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ ദൈവം അവിടെ റീഹാബിറ്റേഷൻ വർക്കിന് വേണ്ടിയിട്ട് എന്നെ അവിടെ അയച്ചു. ആ സമയങ്ങളിലാണ് വിശ്വാസത്തിന്റെ റിയൽ വാസ്തവികമായ ഒരു വിശ്വാസത്തിന്റെ ഒരു ചുവടുപടികൾ പഠിച്ചു തുടങ്ങിയത്. നേരത്തെ വിശ്വാസിയായിട്ട് കർത്താവിനെ സ്വീകരിക്കുകയെല്ലാം ചെയ്തു, എങ്കിലും വാസ്തവികമായ ഒരു വിശ്വാസ ജീവിതം തുടങ്ങാൻ കാരണമായത് ഈ കച്ചിൽ വന്നപ്പോഴാണ്. അതിന് മുതൽക്കൂട്ടായി തീർന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് എനിക്കൊരു വലിയൊരു മുതൽക്കൂട്ടായിരുന്നു PG വിശ്വാസ ജീവിതവും ഞങ്ങളുടെ റെനി പാസ്റ്ററിന്റെ ഗൈഡൻസും മാതാവിന്റെ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇന്ന് വരെയും അത് ആ ഒരു ആ സ്പർശനം ഉള്ളതുകൊണ്ട് ഇന്നും ഞാൻ ഇങ്ങനെ നിന്ന് പോന്നു. തുടർന്ന് പറയട്ടെ. അതായത് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ ടീമും എല്ലാം എന്നെ അവിടെ ആക്കിയിട്ട് പാസ്റ്റർ അവരുടെ സ്ഥലത്തേക്ക് പോയി, ഉജ്ജയിനിലേക്ക് കടന്നുപോയി. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ദേശത്ത്. ഒരു ഗ്രാമമാണ്, ഉൾഗ്രാമത്തിലായിരുന്നു. ലഖാപ്പർ എന്ന് പറയും, ഉൾഗ്രാമത്തിലാണ്. ആരും അവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ജാതീയരായ ഗ്രാമവാസികളുണ്ട്. ഞാൻ ചെന്ന നിമിഷം മുതൽ ഇവരാരും എന്നെ സ്വീകരിക്കത്തില്ലായിരുന്നു. എന്നെ ഒന്ന് കാണുകയോ എന്നോട് സംസാരിക്കുകയോ ആരും ചെയ്യത്തില്ലായിരുന്നു. ഏകദേശം 1.5 മാസം ഇവര് എന്നോട് അടുക്കാതെ ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ടിരുന്നു. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഒരു കറുത്തൊരു നമ്മുടെ ബൈബിൾ ഉണ്ടല്ലോ, അത് കറുത്ത കവറാണല്ലോ. അപ്പൊ അതെന്നും രാവിലെ ഇരുന്ന് ഇങ്ങനെ വായിക്കുമായിരുന്നു. അതും ഒഴിഞ്ഞ ഒരു സ്കൂളാണ്. അതായത് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ അകലെയാണ് ഈ സ്കൂൾ. ഒരു ഒരു ഒഴിഞ്ഞ കോണിലാണ് ഈ സ്കൂള്. തീർത്തും വിജനമായി, ആരുമില്ല അവിടെ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. രാവിലെ ആയാലും രാത്രി ആയാലും എനിക്ക് കൂട്ടായിട്ട് ഒരാളേ ഉള്ളൂ. അതായത് ഈ കാറ്റിന്റെ ചൂളം വിളി മാത്രം. ബാക്കി ആരുമില്ല, ഞാൻ മാത്രമേ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അപ്പൊ റീഹാബിറ്റേഷൻ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ഞാനിങ്ങനെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ജീവിതം അവിടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നീ എന്നെ കൊണ്ടുവന്നു, പക്ഷെ എന്നെ ആരും അറിയുന്നില്ലല്ലോ. നിനക്ക് പറ്റുമോ കർത്താവേ? ഇങ്ങനെ എന്നെ ആൾക്കാർ, ഈ വിശ്വാസികൾ വന്ന് എന്നെ ഒന്ന് കൂടെ വന്ന് കാണുകയും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും എന്തെങ്കിലും ഒരു സാഹചര്യം നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞില്ലല്ല, അങ്ങേക്ക് പറ്റത്തില്ല കർത്താവ്, ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ആരാ എന്നെ അറിയുന്നത്? ഞാൻ അത് പറഞ്ഞ് തീരുകയും ഏകദേശം ഒരു 2:30-3 മണി ആയിട്ടുണ്ടാവും. ഒരു ജീപ്പ് നിറയെ ആൾക്കാർ കടന്നു വരികയാണ്. അതും ചെറുപ്പക്കാരാ, ഒരു 10-20-25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാ. ജീപ്പ് നിറയെ ഒരു 15-16 പേരുണ്ടാവും, കൂട്ടത്തോടെ കടന്നു വരികയാണ്. കടന്നു വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ അതിശയിച്ചിരിക്കും, ഇവരെന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ ഇവർ വന്നപ്പോ ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഈ
കീസ് ഉണ്ട്, അതായത് ബാഗ് ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ബാഗ് ഓരോരുത്തരുടെ കയ്യിലുണ്ട്. ഓരോരുത്തർ വന്ന് എന്നെ ആലിംഗനം ചെയ്യുന്നു, ഈ ബാഗ് എന്നെ ഏൽപ്പിക്കുന്നു. ഏഹ് അങ്ങനെ എല്ലാവരും വന്ന് ഈ ഒരു 2.5 മണിക്കൂറോളം എൻ്റെ കൂടെ ഇരുന്നു. എന്നെ അവര് വളരെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചിട്ട് അവർ കടന്നു പോവുകയും ചെയ്തു. പക്ഷെ ഇന്ന് വരെ ഞാൻ ആ വ്യക്തി ജീവിതങ്ങളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അവർ വന്ന് ഇങ്ങനെ വന്ന് ഇടയ്ക്ക് വന്ന് സംസാരിക്കുകയോ ഇങ്ങനെ പറയുകയോ ഒക്കെ, അന്ന് നമ്മൾ കണ്ടതല്ലയോ എന്നൊക്കെ പറയുന്ന ആരും വന്ന് ഇതുവരെ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പൊ അവരങ്ങ് പോയി. പക്ഷെ ഗ്രാമവാസികൾ ആരും എൻ്റെ അടുത്ത് വരത്തില്ല. ഇപ്പൊ ഞാൻ രാവിലെ ഇരുന്ന് ഈ ബൈബിൾ വായിക്കുമ്പോഴെല്ലാം ഇവർ ദൂരെ ഇരുന്ന് ഒരു കറുത്ത സാധനം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത് കാണാം. അങ്ങനെ 1.5 മാസമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഓരോരുത്തർ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ നേരത്തെ തൊട്ട്, ഞാനിപ്പോ ഒരു 1.5 മാസമായാലും ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ സഹായിക്കാനാണല്ലോ ഞാൻ വന്നത്, വീടുകൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. പക്ഷെ നിങ്ങളാരും എന്നോട് ഒരു റെസ്പോണ്ടും കാണിക്കാത്ത അവസ്ഥ എന്താ? അപ്പൊ അവര് പറയാ, ഈ പിന്നെ സർവേ ചെയ്ത് കഴിഞ്ഞ ശേഷം ആരോ വന്ന് പറഞ്ഞിട്ട് പോയെന്ന്, ഈ ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾ മൊട്ടയടിച്ചിട്ട്, തല മൊട്ടയടിച്ചിട്ട് മഞ്ഞൾ തേച്ചിട്ട് സ്നാനപ്പെടുത്തി അവര് കടത്തി കൊണ്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വരാതിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ വന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വീടൊക്കെ ഇങ്ങനെ റിഹാബിറ്റേഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആരോ ഞങ്ങളിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിങ്ങനെ വരാതിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇനി നിങ്ങളുടെ ഏകദേശം ഒരു വർഷത്തോളം ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ ഞാൻ ആരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയായി. പിന്നെ അവർ വലിയ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി. അവരാണ് പിന്നെ എന്തോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ഉച്ചഭക്ഷണത്തിനുമുള്ള കാര്യങ്ങൾ രാത്രി എല്ലാം അവരായിരുന്നു പിന്നെ എനിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്തുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഒരു ഒരു വർഷത്തോളം അവിടെ റീഹാബിറ്റേഷൻ വർക്ക് പൂർത്തീകരിച്ച് ഞാൻ വീണ്ടും അഞ്ചാർ എന്ന സ്ഥലത്തേക്ക്, അതായത് ആദ്യം ഇറങ്ങിയ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. ആ സ്ഥലത്ത് ഒരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു. ഡേവിഡ് അപ്പച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ അപ്പച്ചൻ ഏതൊരു വിശ്വാസിയെയും, ആരൊരു പ്രവർത്തകനും ആ ദേശത്ത് വന്നാല് അങ്ങനെ വരുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും അവരങ്ങേറ്റെടുക്കും. അവർക്ക് വേണ്ടിയുള്ള ആഹാരവും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരങ്ങേറ്റെടുക്കും. അങ്ങനെ ഞാൻ ചെന്ന ആ വീട്ടില് ഈ പ്രിയ അപ്പച്ചൻ എന്നെ ഒരു ഉറ്റ മകനായിട്ട് അവര് എന്നെ കൈക്കൊള്ളാൻ തുടങ്ങി. അപ്പൊ അവരുടെ പാസ്റ്ററാണ് ഇതിന്റെ എല്ലാത്തിനും മെയിൻ കാരണം. എൻ സ്റ്റീഫൻസ് എന്ന് കേട്ടിട്ടുണ്ടാവാം. എൻ സ്റ്റീഫൻസ് ഗാന്ധിധാമിലെ വലിയൊരു ചർച്ച, വലിയൊരു ആരാധനാ കൂട്ടായ്മയുള്ള ഒരു ചർച്ച. അപ്പൊ ആ ചർച്ചിലെ പാസ്റ്ററാണ് റെന്നി പാസ്റ്റ്. എൻ്റെ ലീഡറിനെ അവരാണ് ഗൈഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ പാസ്റ്ററിന്റെ ഗൈഡൻസിൽ ഈ വിശ്വാസി കുടുംബം എന്നെ ഒരു സ്വന്തം മകൻ എന്ന രീതിയിൽ അവരെന്നെ കൈക്കൊള്ളാൻ ഇടയായി. എൻ്റെ എല്ലാ ശുശ്രൂഷകളും അവരാ ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ അപ്പച്ചൻ കയറി വരും. വലിയൊരു ഒരു ചെറിയൊരു ലോട്ട, ഒരു ചെറിയൊരു ഒരു സ്റ്റീൽ മഗ്ഗ, അതിനകത്ത് നിറയെ ചായയുമായിട്ട്, പാൽ ചായ എന്ന് പറയാം, അതുമായിട്ട് കടന്നു വരും. രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ കയറി വരും എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം പോയി എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ച്. അത് ഒരു 2 ദിവസവും 3 ദിവസവും 2 മാസവും 3 മാസവും അല്ല ഇത്. ഇത് ഞാൻ ഏകദേശം അവിടെ ഒരു 3.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആ സമയങ്ങളെല്ലാം അവരായിരുന്നു എനിക്ക് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തു തന്നത്. ഈവൻ വാടക പോലും എടുക്കത്തേയില്ല. ചിലപ്പം പറയും വാടക വേണ്ടെന്ന് പറയും, നീ നിന്റെ കാര്യത്തിന് വേണ്ടി എടുത്തോളാൻ പറയും. അവരെ തന്നെയാണ് എൻ്റെ വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സകല ഒരുക്കങ്ങളും അവര് തന്നെ ചെയ്തു തരികയാണ്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പച്ചന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു ദൈവദാസൻ കടന്നു വരികയാ. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉടനെ പുള്ളി ഇരിക്കുക പോലും ചെയ്തില്ല.
എന്നെ കണ്ട ഉടനെ ആ വാതിക്കെ നിന്നുകൊണ്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഞാനാ നിന്നെ ഈ ഈ മരുപ്രദേശത്ത് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി സകലതും അനുകൂലമാക്കി തരും. നിന്റെ ഭാവി കാര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തരും. നിനക്ക് വേണ്ടി ഞാൻ ആൾക്കാരെ അനുകൂലമാക്കി തരും. നിന്റെ വിവാഹ കാര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തരും. അത് 8 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ തരും. അവര് നിന്നെ വിളിക്കും. ഇങ്ങനെല്ലാം പ്രവചിച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. പക്ഷെ ഈ അപ്പച്ചൻ, എന്നെ സ്നേഹിക്കുന്ന അപ്പച്ചൻ, ഇങ്ങനെ ആഴ്ച ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 2 3 ദിവസം കഴിയുമ്പോഴേക്ക് നീ അപ്പച്ചനോട് ചോദിക്കും, മോനെ എത്ര എത്ര ദിവസമായി മോനെ. അപ്പൊ ഞാനിങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ വിരസത കൊണ്ട് ഞാൻ എപ്പോഴും പറയാം, അപ്പച്ചനെ അപ്പച്ചാ വിട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ അപ്പച്ചനോട് പറയും. കാരണം ഇതിനൊരു കാരണമുണ്ട്. നാട്ടിൽ വെച്ചായിരുന്നപ്പോ എന്റെ വിവാഹ ആലോചനകളൊക്കെ വരുമ്പോഴൊക്കെ ആൾക്കാരൊന്ന് പറയും, ഇത് അഡ്രസ് ഇല്ലാത്തവന്ന് പറയും. കാരണം വേലയല്ലയോ, സുശേഷ വേലയല്ലയോ. പിന്നെ പോരാത്തിന് തലേ മുടി പോലും ഇല്ല. അപ്പൊ പറയും, ഓ ഒരു നോക്കാം കേട്ടോ, ഒരു 10ാം ക്ലാസ് എല്ലാം കിട്ടും, ശ്രമിക്കാം, ഇങ്ങനൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഇതെല്ലാം മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അപ്പച്ചൻ ഈ പറയുമ്പോഴെല്ലാം ഞാൻ അപ്പച്ചനോട് ഇങ്ങനെ പറയും, അപ്പച്ച ചുമ്മാ ഇരിക്കും അപ്പച്ച, ഇതൊന്നും ആ, ഇല്ല മോനെ, അച്ചട്ടായിട്ട് കാര്യം നടക്കും, ദൈവമല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അപ്പച്ച നടക്കുമ്പോ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തട്ടി വിടുമായിരുന്നു. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ദൈവം അങ്ങനത്തെ സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പച്ചന് ആഹ്, 3 മക്കളാ. ഞാൻ ചെന്ന നിമിഷം സമയം തൊട്ട് ഈ മക്കളുടെ സഹകരണവും, ഞാൻ അവരുടെ ഒരു അംഗം പോലെയായിരുന്നു അവരെല്ലാവരും എന്നെ കൈക്കൊണ്ടത്. അതുകൂടാതെ അപ്പച്ചൻ എന്നെ വിവാഹാലോചന വരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 5 പെൺപിള്ളേരെ എനിക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാക്കി, എന്റെ വേലയ്ക്ക് പറ്റിയ പെണ്ണുങ്ങൾ ഏതാണ്. തൊട്ടടുത്ത ഒരു ഗുജറാത്തി, ഞാൻ അപ്പച്ചനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പച്ച വേലയ്ക്ക് വേണ്ടി ഒരു ഗുജറാത്തി അറിഞ്ഞിരിക്കുന്ന ഒരു പെങ്കൊച്ചായിരിക്കും നല്ല. കാരണം ഈ സ്ഥാനീയ ഭാഷ അറിഞ്ഞിരിക്കുന്ന കൊച്ചു നല്ലതായിരിക്കും. അപ്പച്ചൻ തൊട്ടടുത്തൊരു വിശ്വാസി ഒരു ഗുജറാത്തി കൊച്ചുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് വരാൻ അപ്പച്ചൻ വളരെ എന്നെ ആഗ്രഹിച്ചു. എന്നാലും ഞാൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കുക, കർത്താവ് തക്ക ഒരു തുണ എൻ്റെ ജീവിതത്തിൽ വരണം, ഈ വേല ഇവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇരുന്നിരിക്കുമ്പോ അപ്പച്ചൻ നോക്കുമ്പോ ഈ പെങ്കൊച്ച് രാവിലെ, ദാബേലി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഈ കൊച്ച്, ഈ പെങ്കൊച്ച് രാവിലെ ഗവൺമെന്റ് ജോലിയുള്ള കൊച്ചാ. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് വരുമ്പോഴൊക്കെ ഈ ദാബേലി എന്ന് പറയുന്ന സാധനമുണ്ട്. സ്റ്റഫ് ചെയ്ത, ബ്രെഡിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത ഒരു സാധനമാണ്. അത് അതും മേടിച്ച് ഒരു ചായയും കുടിച്ചങ്ങ് കിടക്കും. അപ്പൊ അപ്പച്ചൻ ഒരു ദിവസം അമ്മച്ചി, അതായത് ജൈനി അമ്മച്ചിയോട് പറയാ, നമ്മുടെ സുനിലിന് ഈ പെങ്കൊച്ച് പറ്റത്തില്ല കേട്ടോ. ഇത് ദാബേലിയും ചായയും കുടിച്ച് കിടക്കുന്ന ഒരു പെങ്കൊച്ചാ. ഇവള് ശുശ്രൂഷയ്ക്ക് പറ്റത്തില്ല. ഇവള് വേലയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇത് വേണ്ട നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ, ദൈവം ആ, ഒരു ആ, ഒരു ദൈവദാസൻ, ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ദൈവദാസൻ തൊട്ടടുത്തൊരു സ്ഥലത്ത് കടന്നു വന്നു. അതായത് എൻ്റെ വൈഫിന്റെ സ്ഥലത്ത് അടുത്ത്. അതെ, ദേവാസൻ വന്നപ്പോൾ ഞാൻ കേട്ടപ്പോൾ, ഞങ്ങളിങ്ങനെ ഈ ഒഴിഞ്ഞ സ്ഥലമായോണ്ട് ആരെങ്കിലും ഒരാൾ, ഒരു പുതുമയാർന്ന ഒരാൾ വരുമ്പോൾ വളരെ സന്തോഷമാണ് ആരെങ്കിലും വരുന്നത്. അപ്പം ഞങ്ങൾ ഉടനെ അവിടെ ഓടിച്ചെല്ലും. അവരുമായിട്ട് സമയം ചെലവഴിക്കും. അവരുമായിട്ടുള്ള ഇൻസ്പിറേഷണൽ വാക്കുകൾ കേട്ട് ഒന്ന് ബലപ്പെടാനായി ചെല്ലുന്നത്. ചെന്ന് ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരു ദേവാസ് അവിടുത്തെ ആ വീട്ടിലെ സ്ഥാനീയ പാസ്റ്റർ കടന്നു വരിക. എന്നിട്ട് പറയാ, ഞാൻ മുരിങ്ങിക്ക പറിക്കാൻ വന്ന കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ? അവർ പറയാ, ഇത് ഞങ്ങളുടെ പാസ്റ്റർ. ഞാൻ പറഞ്ഞു, പാസ്റ്ററാണെങ്കിൽ വിളിക്കേ. പാസ്റ്റർ ഓടി വന്നു, എന്നോട് സംസാരിക്കുകയും എല്ലാം ചെയ്തു. ഉടനെ പാസ്റ്റർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തുവാ, എവിടുന്നാ അങ്ങനെ. ഞാൻ പറഞ്ഞു, മധ്യപ്രദേശിലെ എൻ്റെ മാതാപിതാക്കൾ. മധ്യപ്രദേശിൽ എവിടെയാ? ഞാൻ പറഞ്ഞു, ഉജ്ജയിനിലെ എവിടെയാ? പറഞ്ഞു, നാഗ്ദ. നാഗ്ദയിലെ ആരാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ തങ്കച്ചനും പൊന്നും. അയ്യോ, തങ്കച്ചനെയൊക്കെ ഞാനാണല്ലോ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഒന്നുകൂടെ റിലേഷൻ കൂടി. പുള്ളി ഒട്ടനെ അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരോട് പറഞ്ഞു, ചായ ഉണ്ടാക്കണ്ട, ഇപ്പൊ ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒട്ടനെ അവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഡീറ്റെയിൽസ് എല്ലാം സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട്
ആഹാരവും തന്ന് എന്നോട് പറഞ്ഞു, ഇടയ്ക്കൊക്കെ കണ്ടോണ്ടിരിക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഈ ദൈവത്തിന്റെ ഒരു നിയോഗത്തിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഈ 8 മാസത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളായി ഈ പറയുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ വന്നു. അവ ഈ ദൈവാസന് ഒട്ടനെ എൻ്റെ വൈഫിന്റെ വീട്ടുകാരോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടു, ഒരു പയ്യനെ കണ്ടു. അപ്പൊ ഉടനെ ഈ മാതാപിതാക്കള്, ഈ വൈഫിന്റെ മാതാപിതാക്കൾ ഉടനെ ഇങ്ങനെ ഈ ഞാൻ താമസിക്കുന്ന ഓണറിന്റെ വീട്ടിൽ, അതായത് ഡേവിഡ് അപ്പച്ചന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, വിളിച്ചു പറഞ്ഞു ആ പയ്യനെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുവരണമെന്ന്. അപ്പൊ ആദ്യത്തെ പറഞ്ഞ വാക്ക് അത് ശരിയായി, അതായത് അവർ നിന്നെ വിളിക്കും. അപ്പൊ അത് പൂർത്തീകരണത്തിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ദൈവത്തിന്റെ ആ നിയോഗത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ദേവാസൻ പറഞ്ഞതുപോലെ തന്നെ ഈ പിതാവ്, അതായത് എൻ്റെ ഡേവിഡ് അപ്പച്ചൻ എന്നോട് പറയാ, മോനെ ഇത് തന്നെയാണ് ദൈവനിയോഗം, ഇത് തന്നെ കറക്റ്റ്. ഇപ്പൊ അവരുടെ മോളും എന്നോട് പറഞ്ഞു, മോളി സിസ്റ്റർ എന്ന പേര്, പുള്ളിക്കാരത്തിയും പറഞ്ഞു, ഇത് തന്നെ നിനക്ക് വേണ്ടി പറ്റിയ ഒരു ഇതാ, അത് ആന്ന് പറയണം, ഇത് തട്ടി കളയരുത്, നിന്റെ വേലയ്ക്ക് വേണ്ടി തക്ക ഒരു സപ്പോർട്ടായിരിക്കും, ഒരിക്കലും ഒഴിച്ചു കളയരുതേ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ആ വാക്ക് അത് ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ മധ്യേ പലപ്പോഴും നാട്ടിൽ നിന്ന് വിളി വരുമ്പോഴൊക്കെ ചിലപ്പോ ഒക്കെ ഇങ്ങനെ അറിയാമല്ലോ, ഈ നമ്മളിൽ എന്തെങ്കിലും കുറവ് കാണുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ കുറവിനെ തൊട്ട് തോണ്ടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, വീക്ക്നെസ്സസ്. അതായത് ആഹ്, ഒന്ന് വേലയാണല്ലോ, സുശേഷ വേലയാണ്, അപ്പോൾ അവർക്ക് അഡ്രസ് ഇല്ലല്ലോ, ഒരാത്തന് തലയിൽ മുടിയും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവര് തോണ്ടി തോണ്ടി എപ്പോഴും പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ പറയുമ്പോൾ മനസ്സിൽ അങ്ങ് ദേഷ്യം കയറുമ്പോഴെല്ലാം മനസ്സിലെ ഈ വാക്യം എപ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന വാക്യമാണ്. സങ്കീർത്തനം 46:10 എപ്പോഴും എന്നെ ബലപ്പെടുത്തും. ഇങ്ങനെ പറയും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം നീ അറിഞ്ഞുകൊള്ളുക എന്ന് എപ്പോഴും. അതായിരുന്നു എന്നെ ഒരു വലിയ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വചനം എപ്പോഴും. ആ, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറയാൻ പോകുമ്പോൾ, മറുതിൽ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ വചനം വന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, എന്നിട്ട് പറയും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം നീ അറിഞ്ഞുകൊള്ളുക എന്ന്. അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. 8 മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആൾക്കാരെ അനുകൂലമാക്കി തരും, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം സമയത്തിന് ഒരുക്കി തരും. അതായത് 8 മാസം പൂർത്തീക തുടങ്ങി, അത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം എൻ്റെ വിവാഹ കാര്യങ്ങളെല്ലാം തക്ക രീതിയിൽ എല്ലാം ചെയ്തു തന്നു. അത് വലിയൊരു അത്ഭുത വിഷയം തന്നെയാണ്. കാരണം നാട്ടിലെല്ലാരും പറഞ്ഞു ഒരു 10-ാം ക്ലാസ് ഒക്കെ കിട്ടും. പക്ഷേ ദൈവം എനിക്ക് 10-ാം ക്ലാസ്സിനപ്പുറമായി ഇവിടുത്തെ ഗവൺമെന്റ് ജോലിയുള്ള, നല്ല ഭാഷ അറിവുള്ള, ഗുജറാത്തി ഭാഷ അറിവുള്ള ഒരു മലയാളി സഹോദരിയെ എനിക്ക് ദൈവം കൂട്ടിനായി തന്നു. അത് പോരാത്തന്നെ LLBയും എല്ലാം കൂടി പഠിച്ച ഒരു വ്യക്തി. അപ്പൊ നമ്മുടെ നമ്മുടെ ഈ മനക്കൂട്ടുകൾ അല്ല ദൈവത്തിന്റെ നിയമം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നല്ലോ, ഏർ, ഈ ഈ ഇപ്പോൾ അബ് ജോ ഹേ, ഹിന്ദി പറയാം കേട്ടോ, അബ് ജോ ഹേ ഓ, ജോ ഹമാരെ സോച്ച്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറവുമായി പ്രവർത്തിക്കുവാൻ മതിയായവൻ എന്ന്, നമ്മുടെ വിചാരത്തിനും എല്ലാം അപ്പുറമായി പ്രവർത്തിപ്പാൻ മതിയായ ദൈവം എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് വലിയൊരു അത്ഭുതമാണ്. നാം മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ ദൈവമാണ് പിന്നെ നമ്മുടെ അധികാരിയായി എല്ലാം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞു. പിന്നെ ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിച്ചു. ഗ്രാമത്തിൽ തന്നെ ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിച്ചു. അപ്പോൾ ആരംഭിച്ചു കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിറ്റിയിലുള്ള പാസ്റ്റർമാർ പറയാമല്ലോ, ഓ കൊച്ചു പിള്ളേരുടെ പാസ്റ്റർ വന്നിരിക്കുന്നു. അപ്പോഴും ഞങ്ങൾ സാവകാശം ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് ആ കുഞ്ഞുങ്ങളിൽ പലരും വലിയ ജോലിക്കാരായി. അതിൽ രണ്ടു മൂന്ന് പേര് ദൈവസന്നിധിയിലെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പലര് വലിയ വലിയ ഓഫീസുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നാണ്
ഞങ്ങളുടെ ഈ ചിൽഡ്രൻ മിനിസ്ട്രിക്ക് ശേഷമാണ് ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ചർച്ച് മിനിസ്ട്രി ആദ്യം അഞ്ചാറിൽ ആരംഭിച്ചു. അഞ്ചാറിൽ ആരംഭിച്ച ശേഷം അവിടുന്ന് ചില തടസ്സങ്ങൾ കാരണം, ഞാൻ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ വലിയ തടസ്സങ്ങൾ കാരണം എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. ഞാൻ ഗാന്ധിധാമിലേക്ക് വന്നു. ഗാന്ധിധാമിൽ ദൈവം സഹായിച്ച് പ്രവർത്തനങ്ങൾ, കച്ചികളുടെ ഇടയിൽ പ്രവർത്തനത്തിന് എന്നെ സഹായിച്ചു. കച്ചികള് വിഭിന്ന ഭാഷക്കാരായ വ്യക്തി ജീവിതങ്ങളുടെ ഇടയിൽ എന്നെ ദൈവം പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഇന്ന് അതുപോലെ ഈ പ്രവർത്തനത്തിനിടയിൽ തന്നെ ഈ ചർച്ച് മിനിസ്ട്രിയുടെ സമയത്ത് തന്നെ, തുടക്ക സമയത്ത് ഞങ്ങളിങ്ങനെ ദൂരെയായിരുന്നു, ഒരു ഗ്രാമത്തിലായി ആദ്യത്തെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ സൺഡേ വർഷിപ്പിന്റെ ഗ്യാതറിംഗിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ, ഇരിക്കാൻ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്വോത്രകാഴ്ചയും എൻ്റെ വണ്ടിക്കുള്ള പൈസയും എല്ലാം എൻ്റെ ബാഗിനകത്തെല്ലാം റെഡിയാക്കിയിട്ടായി പോയത്. അവിടെ ചെന്ന് സ്വോത്രകാഴ്ചയുടെ സമയമായപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഈ 10 രൂപ കിട്ടുന്നില്ല. വൈഫിന്റെ 10 രൂപ വൈഫിന് ഇടാനുള്ള ഇട്ടു, എൻ്റെ പിള്ളേരും ഇട്ടു. പക്ഷെ ഞാൻ എൻ്റെ ബാഗിനകത്ത് ഈ 10 രൂപ നോക്കിയിട്ട് 10 രൂപ കിട്ടുന്നില്ല. ഞാനിങ്ങനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് അതിനകത്ത് കൈയിട്ടിട്ട് ഉടനെ ഇങ്ങനെ കൈയിട്ടിട്ട് ആ 50 രൂപ അങ്ങ് എടുത്തിട്ട് ആ സ്വോത്രകാഴ്ച അയക്കാൻ ഇട്ടു. എനിക്ക് ആവാത്തൊരു കലി അപ്പം വന്നു. ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന പൈസ എന്തിനാ അതിനകത്തുനിന്ന് കൈയിട്ടു? ആ സ്വോത്രച്ചായിട്ടാ ഇട്ടത്, ദൈവത്തിന് വേണ്ടിയിട്ടാ ഇട്ടത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക, ഞാനിങ്ങനെ പ്ലാനിങ്ങിനോടൊക്കെയാണ് വന്നത്. കാരണം ഏഹ്, ബാക്കി പൈസ 50 രൂപ പെട്രോൾ അടിക്കണം, 10 രൂപ സ്വോത്രം അയച്ചിടണം. പക്ഷെ പുള്ളിക്കാരത്തി എടുത്ത് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലാ ദേഷ്യം അങ്ങ് ഇതായില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അമ്മ പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടേ പോവാവേ. പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ച് കടന്നു വരുമ്പോൾ അമ്മച്ചി എൻ്റെ കയ്യിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നു. അതുമായിട്ട് വീട്ടിൽ വന്നപ്പോഴും എൻ്റെ മനസ്സിലെ കലി തീർന്നില്ല. അതുമായിട്ടാണ് ഈ വരുന്നത്. അപ്പൊ ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് എൻ്റെ തൊട്ടടുത്തിരിക്കുക. അപ്പൊ ഞാൻ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിക്കുക, എന്തിനാണ് അതിനകത്ത് കൈയിട്ടത്? ആ ബാഗിനകത്ത് കൈയിട്ടത് എന്തിനാ? അപ്പൊ ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയില്ലയോ? കിട്ടാനുള്ള കിട്ടിയില്ലയോ? പിന്നെ എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? ഞാൻ പറയാൻ കാരണം, ദൈവം, നാം അറിയാം കി ഇത് കർത്താവിന് എനിക്ക് വേണ്ടി ഇട്ട പൈസയ്ക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങേര് മറുതലിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് തന്നെ ദൈവം തരാനുള്ള തിരിച്ചു തന്നു. അതായത് ദൈവം ആർക്കും കടക്കാരനല്ല. ആണോ? ഉടനെ ദൈവം ദൈവത്തിന് അറിയാം ഇത് ഇങ്ങനെ, ഇതിപ്പോ ഉടനെ ഇത് പുറത്ത് വിളിച്ചു പറയും. അതിനു മുമ്പ് തന്നെ ദൈവം തരാനുള്ള അങ്ങ് തന്നു. ദൈവം പറയാനുള്ളത്, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് ചെയ്യാനുള്ള ദൈവം തന്നു ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ ആ ഒരു വിഷയം. ഗ്രാമത്തിലായിരിക്കുമ്പോൾ പല ദിവസങ്ങളിൽ ഇങ്ങനെ ആഹാരങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ആഹാര സമയത്തും ദൈവം ഞാൻ ചിന്തിക്കാത്ത ആഹാരങ്ങളാ ആ സമയത്തെല്ലാം ഒരുക്കി എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുമായിരുന്നു. അതൊരു ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നു. പിന്നെ ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിച്ചു. കുഞ്ഞുങ്ങളുടെ ജീവിതം മുഖാന്തരം ദൈവം, ഞാൻ ഒരു ഗ്രാമത്തിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴെല്ലാം ആ ഗ്രാമത്തിലുള്ള ആൾക്കാര് സ്വന്തം ഞാൻ ഇതുവരെ എൻ്റെ കുടുംബാംഗങ്ങളെ, അതായത് എൻ്റെ റിലേറ്റീവ്സിൽ പോലും ഞാൻ അങ്ങനത്തെ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്നെ അതുപോലെ സ്നേഹിച്ച നിമിഷങ്ങളുണ്ട്. അതായത് ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുന്നു. പഠിപ്പിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി, അതായത് ആ സമയത്ത് ഇതായിരുന്നു, ഈ പഴയ ലാമ്പി ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഡബ്ബയ്ക്കകത്ത് മുഴുവൻ, അതിന്റെ ഡിക്കിക്കകത്ത് മുഴുവനും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം നിറച്ചു തരും. എനിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് അത് ഉണ്ടാക്കി, ഞാൻ ഇതുവരെ അവിടെ വന്നേ പിന്നെ ഞാൻ മാർക്കറ്റിൽ പോകത്തില്ലായിരുന്നു. എല്ലാം ദൈവമാണ് എല്ലാം എനിക്ക് വേണ്ടി സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന് എന്നെ സുഭിക്ഷമായി ഈ ഒരു 3.5 വർഷം, അതായത് വിവാഹത്തിന് മുമ്പുള്ള 3.5 വർഷം, മൊത്തം 4 വർഷമായിരുന്നു. അത് 1 വർഷം മുഴുവനും ഞാൻ ഗ്രാമത്തിലായിരുന്നു. ബാക്കി 3.5 വർഷം എല്ലാം ദൈവമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ വാടകയും
അതിന് എല്ലാം ടൈത്ത് വരെയും ദശാംശം വരെയും ഞാൻ അപ്പോഴും കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ഇതെല്ലാം ദൈവം സുഭിക്ഷമായി കൊടുക്കുവാൻ ദൈവം എന്നെ അപ്പോഴും സഹായിച്ചു. അപ്പം ഈ റിഹാബിറ്റേഷൻ വർക്കിന്റെ സമയത്ത് വരുമ്പോഴെല്ലാം പലരും ഈ ദൂരത്തുനിന്നും വിദേശത്തു നിന്നും ഒക്കെ സാധനങ്ങൾ വരുമായിരുന്നു, ഡ്രസ്സുകളും എല്ലാം വരുമായിരുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അതുപോലത്തെ ഡ്രസ്സുകൾ ഇട്ടിട്ടുമില്ല. അറിയില്ല, ദൈവം ഇടിപ്പിക്കുമെന്ന് അറിയില്ല. അതുപോലെ വിലപ്പെട്ട ഡ്രസ്സുകളായിരുന്നു, വലിയ വലിയ കാർട്ടനുകളിൽ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇത്തിരി അകത്തൊരു വലിയൊരു ഒരു ഒരു ആർത്തി, ഇതിനകത്ത് ഒരെണ്ണം എടുത്താൽ എന്നാ. അങ്ങനെ ഞാനത് എടുക്കാൻ ഇടയായി. അവിടെ എഴുതി കൊടുത്തത് ഞാനിത് സേവനത്തിന് മാത്രമായി ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുതി മേടിക്കുന്നത്, ഈ കാട്ടനുകളൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, ഈ നല്ല ഉടുപ്പുകളാണല്ലോ, ഇതിൽ ഒരെണ്ണം ഞാൻ ഇത്രയും എല്ലാം ചെയ്യുകയില്ലേ, അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു കാട്ടിനകത്തുനിന്ന് ഒരു 2 ജോഡി എടുത്താൽ എന്നാന്ന് വെച്ചോണ്ട് ഞാനത് എടുത്തു. ഈ എടുത്ത്, പാസ്റ്ററെ വിശ്വസിക്കത്തില്ല, ഞാൻ എടുക്കുകയല്ലാതെ എന്നെ ഇടിയിപ്പിക്കത്തില്ല. ഞാനത് ഇടാൻ വരുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് വലിയൊരു തടസ്സം, ഒട്ടും ഇടാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ നാട്ടിൽ പോയി ഇടാമെന്ന് വെച്ചുകൊണ്ട് നാട്ടിലും ഇടാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇടിയിപ്പിക്കുന്നില്ല. എന്താന്നറിയില്ല, അത് എന്തോ വലിയൊരു തടസ്സം. പിന്നെയും ഇവിടെ വന്നു ഇടാൻ ശ്രമിച്ചൊന്നും പറ്റുന്നില്ല. പിന്നെ ഒടുവിൽ ഞാൻ അതൊരു ദൈവാസനയിൽ ഇതിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണമായൊരു സ്വസ്ഥത കിട്ടിയതെങ്കിൽ ഒരു ആശ്വാസത്തോടെ എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അതായത് നാം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരണം വരുത്താതെ ദൈവം സ്വസ്ഥത തരത്തില്ല. സങ്കീർത്തനം 37 നീ വിശ്വസ്തത ആചരിച്ച് അവിടെ നിൽക്കുക, അവനിൽ തന്നെ രസിച്ചു കൊള്ളുക, ഇങ്ങനെ വചനമുണ്ടല്ലോ. അപ്പൊ ആ വചനം പിന്നെ സങ്കീർത്തനം 15 പറയുന്നു, ദൈവസന്നിധിയിൽ ഏറ്റവും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണമെന്ന് വചനം പറയുന്നുണ്ട് 15. വായദാ കിയാ ഹെ തോ ഉസ്കോ പൂറാ കർന ആണ്. ഞാൻ അവിടെ എഴുതി കൊടുത്തത് ഞാൻ ഇത് പൂർണ്ണമായി എല്ലാവർക്കും ഇത് വിതരണം ചെയ്തിരിക്കും. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് വലിയൊരു തടസ്സമായി തീർന്നു എനിക്ക്. അത് പിന്നെ തുടർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ എന്നോട് വന്ന് പറയാ, സുനിലെ, ദേവാസ, ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ, എന്താ ഈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ആ അറിയാം. പക്ഷെ ഒരു നിന്നെ അദൃശ്യമായി കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി ദൈവം അതിന് പ്രതിഫലമായി തരും. അതായത് അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരനാക്കുന്ന ദൈവം എന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന് ഒരു ദൈവാസൻ എന്നോട് പറയാ. കാരണം പലരും എൻ്റെ അടുത്ത് വരുമായിരുന്നു. കാര്യം ആ സമയത്ത് സംഘടനയിലല്ലേ ജോലി ചെയ്യുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന്, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വരും ഇടയ്ക്കൊക്കെ, അവധിക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴെല്ലാം എന്നോട് പറയും, ഈ എനിക്കതൊന്ന് മേടിച്ചു തരാമോ, എനിക്ക് ഇതൊന്ന് ചെയ്തു തരാമോ എന്നൊക്കെ പറയും. ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും ഞാൻ ഈ സംഘടനയുടെ പൈസ എടുത്ത് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇടയായില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൈവസം വന്ന് എന്നോട് ഈ വിഷയം വന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് തുടർന്ന് എല്ലാം ദൈവം എൻ്റെ ഞാൻ അതിനെ ഏഹ്, ഏഹ്, ആ, സ്വയമേ പ്രശംസിക്കുകയല്ല, എന്നാലും അത്രത്തോളം വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഇന്ന് വരെയും ദൈവം എല്ലാ കാര്യത്തിലും, അറിയാമല്ലോ പാസ്റ്റർ, അറിയാമല്ലോ, ശുശ്രൂഷ മേഖലയിലായിരിക്കുമ്പോഴെല്ലാം ഉയർച്ചകളും താഴ്ചകളും കുറവുകളും പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ടല്ലോ. ആനാ അപ്പോഴെല്ലാം ഇന്നു വരെയും വിളിച്ചവൻ വിശ്വസ്തൻ. സങ്കീർത്തനം 35:5 ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, ഇത് വഴിയെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യം അവനായി പ്രത്യാശിക്കുക, അതായത് അവനിൽ തന്നെ ആശ്രയിക്കുക. ആ ആശ്രയം ഇന്നു വരെയും ചെയ്തതുകൊണ്ട്, അതുപോലെ പല സാഹചര്യങ്ങളിൽ മിണ്ടാതിരുന്നത് കൊണ്ട് ദൈവം അടിയനു വേണ്ടി അധികാരിയായി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം സഹായിച്ചു.
ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എന്നെ ഈ കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് ഞാൻ ഈ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഭയിലെ ഒരു വിശ്വാസിയുടെ മകൻ ഇത്രയും വിശ്വസ്തയോടെ അവരുടെ വീട്ടിൽ പോവുകയും കടം ചെല്ലുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു ദിവസം എന്തോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ആ വീട്ടിലത്തെ ഇളയ മകൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കോമ്പൗണ്ടിൽ വന്നിട്ട് വളരെ സ്വരത്തോടെ, ആക്ഷേപത്തോടെ, വളരെ ആം, ഏ, ഏ, എന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ച്, ആ, ഏ, എന്നെ തെറിയൊക്കെ പറഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന് എന്നെ ആ, ശിരസ് മുതലുള്ള കാലുവരെ എന്നെ അങ്ങ് ഇടിക്കുകയും തൊഴിക്കുകയും എല്ലാം ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ എന്നെ അങ്ങ് തരം താഴ്ത്തി. അതിനുശേഷം ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി. ഈ വ്യക്തി എന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ അവിടെയും എൻ്റെ കംപ്ലൈന്റ് എഴുതി കൊടുത്തു നോക്കി. ഇങ്ങേര് മതപ്രവർത്തനം പരിവർത്തനം ചെയ്യുന്നു, പലരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ആ, ഇവനെ സൂക്ഷിക്കണം എന്ന് അത് എഴുതി കൊടുത്തിട്ട് ഉടനെ പത്രക്കാരുടെ അടുത്തോട്ട് പോയി എനിക്ക് വേണ്ടി എൻ്റെ കള്ളം എഴുതി കൊടുക്കുക. അപ്പൊ പത്രക്കാരും അതിന് അനുകൂലമായി. അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴാണ് ദൈവം തക്ക സമയത്ത് ഇവരുടെ ഭാഷക്കാരിൽ നിന്നും ആൾക്കാരെ നിർത്തി, അതുപോലെ ഒരു മലയാളി ബ്രദറും കൂടി ചേർന്ന് എനിക്ക് വേണ്ടി കൈത്താങ്ങായി നിന്ന് ഈ വലിയൊരു വിഷയമായിരുന്ന ആ വിഷയത്തെ അവര് തന്നെ ഒതുക്കി തീർത്തു. എന്നിട്ട് പറയാ, ഈ ശപിക്കപ്പെട്ട വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എന്തിനു പോയി? അവരുടെ ജാതിയിൽ തന്നെയുള്ള ആ വ്യക്തി എന്നോട് പറയാ, ഈ ശപിക്കപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ എന്തിനാ പോയത്? ഫാദർ എന്തിനാ പോയത്? അറിയാമല്ലോ ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആ അതെല്ലാം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനും പോയി, പോലീസിന് സംസാരിച്ച് അത് രമ്യതനായി. എല്ലാം കഴിഞ്ഞ് ദേവാസൻ എന്നോട് പറയുക, അവിടുത്തെ അവിടുത്തെ ഒരു ദേവാസൻ പറഞ്ഞു, നീ ഒന്നും വിചാരിക്കണ്ട, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാം ഇതിനെല്ലാം തിരിച്ച് ഈ വിഷയത്തെ എല്ലാം മറിച്ച് നിനക്ക് അനുകൂലമാക്കിയ ഒരു അനുഭവം തരും. ഇപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ നിന്നെ 2 വർഷത്തിനുള്ളിൽ നിന്നെ ഞാൻ തീർത്തിരിക്കും, നീ ഈ ദേശം കാണത്തില്ല. നിന്നെയും ഈ വേറെ ഒരു മലയാളിയും കൂടി ചേർത്തോണ്ട് പറയാം, ഇവനെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും, ഒരാളോട് പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ നിന്നെ ഞാൻ തീർത്തിരിക്കും, മറ്റൊരാളോട് പറഞ്ഞു നിന്റെ 2-ാമത്തെ വർഷത്തിൽ നിന്നെ ഞാൻ തീർത്തിരിക്കും ഒക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ആ ദേവാസം പറഞ്ഞതുപോലെ തന്നെ ഒരു 2 മാസം കഴിഞ്ഞില്ല, ഈ വ്യക്തി എന്നെ ഒരു കടയെ വെച്ച് കാണുമ്പോൾ എല്ലാം ഓടി വന്നിട്ട് എന്നെ കൈ തന്നിട്ട് പറയുക, ബാ 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 ഇത് കഴിക്കേ. എന്നിട്ട് അവരോട് ഓർഡർ ചെയ്യുന്നു, വെള്ളം കുടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട എനിക്ക് എന്നാ ഒക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഒഴിയാനിടയായി. എന്ന് പറയാൻ, ദൈവം അവരുടെ ഹൃദയത്തിൽ ഒരു പശ്ചാത്താപം കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. അപ്പൊ നമ്മള് ഉറച്ചു നിൽക്കുക, നമ്മൾ മിണ്ടായിരിക്കുക. അപ്പൊ ദൈവം തക്ക സമയത്ത് എല്ലാം ചെയ്ത് എല്ലാം അനുകൂലമായി തരും. എന്നാ ഇത്രയൊക്കെ പറഞ്ഞ് എൻ്റെ ചെറിയൊരു സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ആ, 2 വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, പ്രാർത്ഥിക്കുന്നു, വിശേഷാൽ ഈ അരോമ ടിവിയിൽ നിന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന ഓരോരുത്തരെയും കേൾക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓരോ ജാതി, ഓരോ കുലം, ഓരോ മതം, ഓരോ സംസ്കൃതിയിൽ പെട്ടവരായിരിക്കാം കർത്താവെ കേൾക്കുന്ന. അവരുടെ എല്ലാം ജീവിതത്തിലെ എൻ്റെ ദൈവം തക്കായ രീതിയിൽ അവരുടെ വിശ്വാസത്തെ ഉണർത്തുവാനും വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാൻ തക്ക രീതിയിൽ എൻ്റെ ദൈവം ഓരോ സാക്ഷ്യങ്ങൾ മുഖാന്തരം അവരെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങനെ കർത്താവെ, ഈ സംരംഭം, ഈ അരോമ ടി വി മുഖാന്തരം ഇതിനെ ഒന്നുകൂടെ വിശാലമാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനേകർ അനുകൂലമായ വ്യക്തി ജീവിതങ്ങൾ ഷോൾഡർ ടു ഷോൾഡർ നിന്നുകൊണ്ട് കർത്താവെ പ്രിയദാസനെ ഹെൽപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ ഇനിയും ഈ സംരംഭത്തെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കർത്താവെ, പ്രിയ പിതാവേ, അങ്ങ് ആരംഭിച്ച ഈ കാര്യം
കർത്താവെ, അങ്ങ് തന്നെ ഇതിനെ അവസാനത്തോളം ഇത് പൂർത്തീകരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. പിതാവേ, അങ്ങ് ഞങ്ങൾ ഇരുവരുടെയും ശുശ്രൂഷകളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന എടുത്തനായി സ്തോത്രം. എല്ലാം വേഗം വരുന്നതിനായ യേശുവിന്റെ നാമത്തിൽ തന്നെ. അമീൻ. aromamari.com നല്ലൊരു വർണ്ണ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.